ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് 2.0. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ യൂണിറ്റ് 2ലെ ചാപ്റ്റർ 1 ലൈഫ് അറൗണ്ട് ആസ് എന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, ഫസ്റ്റ് നോക്കൂ, ഈ ചിത്രം നോക്കിക്കേ, ഒരു പിക്ചർ ടൈം ആണിത്. ലെറ്റ് ആസ് സ്പീക്ക്. നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് പറയാം. പിക്ചർ ടൈം. വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? എന്തെല്ലാം കാണുന്നു? Animals and birds. Animalsനെയും birdsനെയും. Can you name these animals? ഈ animalsന്റെ നെയിമുകൾ പറയാൻ പറ്റുമോ? നോക്കിക്കേ. Yes, പറയാം. ഏതൊക്കെ animals ആണ് നോക്കൂ. ഇതെന്താ? ഇത് ഏത് bird ആണ്? Hen. Next, lion, cheetah, owl, snake, monkey, fox, donkey, deer. Do you know the name of each animal in English? ഈ ആനിമൽസിന്റെ നെയിം എല്ലാം ഇംഗ്ലീഷിൽ അറിയില്ലേ? യെസ് അല്ലേ? ഹെൻ എന്ന് വെച്ചാൽ കോഴി, ലയൺ പറഞ്ഞാൽ എന്താ? സിംഹം, ചീറ്റ, ചീറ്റ തന്നെയാണ് അല്ലേ മലയാളത്തിൽ പറയാ, ചീറ്റ. ഔൾ, ഔൾ എന്ന് വെച്ചാൽ ഏത് ബേർഡ് ആണ്? മൂങ്ങ. മങ്കി, കുരങ്ങൻ. ഫോക്സ്, ഫോക്സ് ആരാ? കുറുക്കൻ. സ്നേക്കിനെ അറിയില്ലേ? സ്നേക്ക്, പാമ്പ്. ഡോങ്കി പറഞ്ഞാൽ ആരാണ്? കഴുത. ഡിയർ, മാൻ. Where have you seen them? ഈ അനിമൽസിനെയൊക്കെ എവിടെയാണ് കാണാൻ കഴിയുക? In the forest, കാട്ടില്. Are there any birds in the picture? ഈ ചിത്രത്തിൽ ബേർഡ്സ് ഉണ്ടോ? പക്ഷികളുണ്ടോ? യെസ്, കാണാൻ കഴിയുന്നില്ലേ ബേർഡ്സിനെ? ഏത് നോക്കിക്കേ, ഇതാണ്ടോ ഒരു ബേർഡ്. പിന്നെ ഇതാ അല്ലേ, ഏതൊക്കെ ബേർഡ്സ് ആണുള്ളത്? Can you name them? Can you name them? ഈ അനിമൽസിന്റെ നമ്മുടെ ബേർഡ്സിന്റെ പേര് പറയാൻ പറ്റുമോ? Hen, owl. Can you see the snakes? ഇതിലെ പാമ്പിനെ കണ്ടോ നിങ്ങള്? യെസ്. How many are there? എത്ര snakes ഉണ്ട്? 2. How many snakes? 2. What is the monkey doing? Monkey എന്താണ് ചെയ്യണത്? Climbing. മരത്തിൽ കയറുകയാണ് അല്ലേ? നോക്കിക്കേ, കയറി പോവാണ്. Climbing. എന്താണ്? Climbing. നെക്സ്റ്റ് പേജ്. Let us sing. നമുക്ക് പാടാം. ഒരു പോയമാണിത്. Fun with numbers എന്നുള്ള ഒരു പോയമാണ്. ഓക്കെ, നമുക്കത് റീഡ് ചെയ്യാം. 1, 2, 3, 4, 5. Numbers ആണ്. 1, 2, 3, 4, 5. Once I caught a fish alive. 6, 7, 8, 9, 10. Then I let it go again. നമുക്ക് ഒന്നുകൂടി റീഡ് ചെയ്യാം. 1, 2, 3, 4, 5. Once I caught a fish alive. 6, 7, 8, 9, 10. Then I let it go again. അല്ലേ? എന്താ നമ്പേഴ്സ്? 1 തൊട്ട് 5 വരെ പറയുന്നുണ്ട് അല്ലേ? 1, 2, 2, 3, 3, 4, 4, 5, 5. ഒരിക്കൽ ഞാനൊരു മീനിനെ ജീവനോടെ പിടിച്ചു. അലൈവ് എന്ന് വെച്ചാൽ എന്താ? ജീവനോടെ ഞാൻ പിടിച്ചു. ഐ കോട്ട് എ ഫിഷ്. അലൈവ് എന്ന് വെച്ചാൽ എന്താ? ജീവനോടെ ഞാനൊരു മീനിനെ പിടിച്ചു. 6, 7, 8, 9, 10. 6, 6, 7, 7, 8, 8, 9, 9, 10, 10. Then I let it go again. എന്നിട്ട് ഞാൻ അതിനെ വെറുതെ വിട്ടു, വെള്ളത്തിൽ തിരിച്ചു വിട്ടു. കണ്ടോ ഈ കുട്ടി ചെയ്യുന്നത്? നല്ല പോയമല്ലേ? അടുത്ത് നോക്കിക്കേ. Let us speak. നമുക്ക് ആൻസർ പറയാം. Let us speak. Have you seen a fish? നിങ്ങൾ ആ പോയത്തിൽ ഫിഷിനെ കണ്ടോ? Yes. Where did you see it? നിങ്ങൾ അത് എവിടെയാണ് കാണുന്നത് ഫിഷിനെ? In the river. പുഴയിൽ അല്ലേ? In the river അല്ലെങ്കിൽ in the water എഴുതിയാലും ശരിയാണ്. വെള്ളത്തിൽ അല്ലെങ്കിൽ in the river. river എന്ന് വെച്ചാൽ പുഴ. What was its color? ആ മീനിന്റെ നിറം എന്താണ്? കളർ എന്താണ്? Red. Okay, red. Next, let us draw. Draw ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണ്. Let us draw. Join the letters in the correct alphabetical order to complete the picture and then color it. അപ്പോൾ നമ്മൾ ABCD പഠിച്ചതില്ലേ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടല്ലേ? നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് ABCD സോങ് ഒക്കെ പഠിച്ചില്ലേ? അപ്പോൾ ആ ചാപ്റ്റർ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മൾ ഇവിടെ ABCD എന്ത് ചെയ്യണം? സ്മോൾ ലെറ്റർ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? ഈ ABCD കറക്റ്റ് ഓർഡറിൽ ഈ ഡോട്ട്സിലൂടെ മാച്ച് ചെയ്ത് ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പിക്ചറിന് എന്ത് ചെയ്യണം? നിറം കൊടുക്കണം, കളർ കൊടുക്കുക. അപ്പം ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്യുക. ABCDEFGH. അതുപോലെ ഇത് കണ്ടോ, സെഡ് വരെ ഇതുപോലെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഏത് പിക്ചർ കിട്ടും? ഒരു ഫിഷിന്റെ ചിത്രം കിട്ടിയില്ലേ? ഇത് കളർ ചെയ്യുക. അതാണ് നമ്മുടെ ലെറ്റ് us draw. നെക്സ്റ്റ്, ലെറ്റ് us sing. വീണ്ടും ഒരു പോയമാണ്. ലെറ്റ് us sing. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഈ അനിമലിന്റെ പേരെന്താണ്? മങ്കി. എന്താണ്? മങ്കി. ഓക്കെ, എത്ര മങ്കീസ് ആണ് ഈ ചിത്രത്തിലുള്ളത്? എണ്ണീറ്റ് പറഞ്ഞു നോക്കൂ, കൗണ്ട് ചെയ്തേ. 1, 2, 3, 4, 5. എത്ര മങ്കീസ് ആണ്? 5. നമ്മുടെ പോയത്തിന്റെ ഹെഡിങ് എന്താണ് നോക്കൂ?
5 little monkeys. ഒരു poem read ചെയ്യാം. 5 little monkeys jumping on a tree. One fell down and bumped his knee. Ha ha ha. എന്താണ് 5 ലിറ്റിൽ മങ്കീസ് 5 ലിറ്റിൽ മങ്കീസ് എന്താണ് 5 എണ്ണം 5 മങ്കീസ് ഒരു മരത്തിലേക്ക് ജമ്പ് ചെയ്തു ജമ്പ് ചെയ്യാ പറഞ്ഞാൽ ചാടുക. 1 fell down and bumped his knee. അപ്പൊ ഒരു മങ്കി എന്ത് സംഭവിച്ചു താഴെ വീണു മുട്ടുകുത്തി താഴെ വീണു. നീ എന്ന് വെച്ചാൽ മുട്ട് കാലിന്റെ ഈ ഭാഗത്തിനെ പറയണതാണ് മുട്ട് എന്ന് പറയുന്നത്. നീ എന്ന് പറയുന്നത് ഈ പാർട്ടാണ്. മുട്ടും കുത്തി താഴെ വീണു. അടുത്ത് നോക്കൂ 4 little monkeys. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേർഡ് ലിറ്റിൽ എന്നുള്ള വേർഡ് ശ്രദ്ധിക്കുക. അതാണ് ലിറ്റിൽ. ഓക്കെ LITTLE ലിറ്റിൽ. ഓക്കെ അടുത്തത് 4 little monkeys jumping on a tree. One fell down and bumped his knee. പിന്നെ 4 മങ്കീസ് ജമ്പ് ചെയ്തു. അതിലെ വീണ്ടും ഒരു മങ്കി താഴെ വീണു മുട്ടുകുത്തി താഴെ വീണു. അടുത്തത് ലിറ്റിലിന്റെ വേർഡ് ഏതാണ് LITTLE ലിറ്റിൽ. അടുത്തത് 3 little monkeys jumping on a tree. One fell down and bumped his knee. 3 മങ്കീസ് ചാടി അതിലൊരു മങ്കി എന്ത് ചെയ്തു താഴെ മുട്ടും കുത്തി വീണു. അടുത്തത് 2 little monkeys jumping on a tree. One fell down and bumped his knee. പിന്നെ 2 മങ്കീസ് ജമ്പ് ചെയ്തു അതിലൊരു മങ്കി താഴെ വീണു. അപ്പൊ ലിറ്റിൽ വേർഡ് നോക്കുക എന്നിട്ട് സർക്കിൾ ചെയ്യുക. അടുത്തത് 1 little monkey jumping on a tree. One fell down and bumped his knee. പിന്നെ അവസാനമുള്ള ഒരു മങ്കിയും ജമ്പ് ചെയ്തു അതും താഴെ വീണു. ഓക്കെ Now no more monkeys jumping on a tree. ഇനി monkeys ഉണ്ടോ ട്രീയിൽ ജമ്പ് ചെയ്യാനില്ല. Each of them is holding his knee. അപ്പൊ അവര് മുട്ടുകാല് വേദനിച്ചിട്ട് നീ വേദനിച്ചിട്ട് കണ്ടോ അങ്ങനെ പിടിച്ചു നിൽക്കണം. അതാണ് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ ഇവിടെ നോക്കൂ സൈഡ് വേർഡ്സ് each is and എന്തൊക്കെയാണ് each is and ന്യൂ വേർഡ്സ് എന്തൊക്കെയാണ് 1 2 3 4 5 ഇതൊക്കെ നമ്പേഴ്സ് ആണ് 1 2 3 4 5 ലിറ്റിൽ എന്ന് വെച്ചാൽ എന്താ ചെറുത്. ഫെൽ എന്ന് വെച്ചാൽ എന്താ താഴെ വീഴുക. ഓക്കെ ബംബിൾ എന്ന് വെച്ചാൽ എന്താണ് നമ്മള് ഇടിക്കുക തട്ടുകയൊക്കെ ചെയ്യണതിന് പറയണതാണ്. ഹോൾഡിംഗ് എന്ന് വെച്ചാൽ പിടിക്കുക അതുപോലെ തന്നെ പിടിച്ചു നിൽക്കുന്നത് ഹോൾഡിംഗ് എന്ന് പറയും. ഓക്കെ അപ്പൊ നമ്മുടെ ന്യൂ വേർഡ്സിന്റെ സ്പെല്ലിംഗ് പഠിക്കുക. ഓക്കെ അപ്പൊ നമ്മൾ നമ്പേഴ്സ് പഠിച്ചു അല്ലേ 10 വരെയുള്ള നമ്മൾ 5 വരെയുള്ള ഇവിടെ നമ്പേഴ്സ് പഠിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ അടുത്ത ആക്ടിവിറ്റി നോക്കൂ. നെക്സ്റ്റ് നോക്കിക്കേ ലെറ്റ് us do circle the word little in the poem wherever you find it. നമ്മൾ ആ പോയം റീഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ലിറ്റിൽ എന്നുള്ള വേർഡ്സും സർക്കിൾ ചെയ്ത് കണ്ടില്ലേ. അപ്പൊ അതേപോലെ നിങ്ങൾ ആ പോയത്തില് ലിറ്റിൽ വരുന്ന വേർഡ്സ് എല്ലാം എന്ത് ചെയ്യുക സർക്കിൾ ചെയ്യുക. നോട്ടീസ് ദ റൈമിംഗ് വേർഡ്സ് 5 alive tree knee in the 2 songs you have read. അപ്പൊ നമ്മൾ 2 സോങ് പഠിച്ചു അല്ലേ. അപ്പൊ 2 സോങ്ങിലും നമ്മൾ കുറച്ച് റൈമിംഗ് വേർഡ്സ് പഠിക്കുന്നുണ്ട്. റൈമിംഗ് വേർഡ്സ് എന്ന് വെച്ചാൽ എന്താണ് സ്പെല്ലിംഗ് ഡിഫറെന്റ് ആയിരിക്കും പക്ഷെ അത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന സൗണ്ട് സെയിം ആയിരിക്കും. ഇവിടെ നോക്കൂ ട്രീ നീ കണ്ടോ ട്രീ നീ ഒരേ സൗണ്ട് വരുന്നില്ലേ അതിനെ നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുക. മേക്ക് റൈമിംഗ് വേർഡ്സ് ഫോർ 10 ബൈ യൂസിങ് ലെറ്റേഴ്സ് ഫ്രം ദ ഹെൽപ്പ് ബോക്സ്. അപ്പൊ നമുക്ക് ഇവിടെ റൈമിംഗ് വേർഡ്സ് നമ്മൾ ഉണ്ടാക്കണം. ഏതിന്റെ റൈമിംഗ് വേർഡ്സ് ആണ് 10ന്റെ റൈമിംഗ് വേർഡ്സ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഇവിടെ ക്ലൂ നമുക്ക് ഹെൽപ്പ് ബോക്സ് തന്നിട്ടുണ്ട് നോക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. ഓക്കെ ഇവിടെ എല്ലാത്തിനും 10ന്റെ സ്പെല്ലിംഗ് നോക്കൂ TEN ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ റൈമിംഗ് വേർഡ്സിന് എല്ലാം EN ആണ് കണ്ടോ അവസാനിക്കും. 3 ലെറ്റേഴ്സ് ആണ് 3 ലെറ്റേഴ്സ് EN ആണ് അവസാനിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ലെറ്റേഴ്സ് നോക്കി എഴുതുക. ഓക്കെ ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം hen അല്ലെ 10 hen. അടുത്തത് 10 pen 10 men 10 den. ഇതാണ് നമ്മുടെ റൈമിംഗ് വേർഡ്സ്. അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് ഡു യു നോ എനി അതർ നമ്പർ റൈം ആസ്ക് യുവർ പാരന്റ്സ് ഓർ എൽഡേഴ്സ് അറ്റ് ഹോം ഇറ്റ് കുഡ് ബി ഇൻ എനി ലാംഗ്വേജ് ഷെയർ ഇറ്റ് ഇൻ ക്ലാസ്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ നമ്മളൊരു റൈം പ്രസന്റ് ചെയ്യാൻ ഒരു പോയം പ്രസന്റ് ചെയ്യാൻ പറയുകയാണ്. എങ്ങനത്തെ പോയം ആയിരിക്കണം നമ്മൾ ഈ നമ്പേഴ്സ് വരുന്ന പോയം ആയിരിക്കും. ഇപ്പൊ നമ്മൾ 2 പോയം പഠിച്ചില്ലേ അതിൽ 1 2 3 നമ്പേഴ്സ് വരുന്നുണ്ട് അല്ലേ. അതേപോലെ വേറെ നമ്പർ റൈം അറിയുമെങ്കിൽ അത് നമ്മുടെ പാരന്റ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ എൽഡേഴ്സിന്റെ അടുത്തോ ചോദിച്ചിട്ട് അത് നമ്മൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക. അത് ഇംഗ്ലീഷിൽ തന്നെ ആവണമെന്നില്ല നമ്മുടെ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ആകാം. അങ്ങനെയുള്ള നമ്പർ സോങ് അറിയാമെങ്കിൽ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി. അടുത്ത ലാസ്റ്റ് 4ാമത്തെ നോക്കിയേ മാച്ച് ദ അനിമൽസ് വിത്ത് ദെയർ നെയിംസ്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ കുറെ അനിമൽസിനെ പഠിച്ചു അല്ലെ. അനിമൽസ് നെയിം ഒക്കെ പഠിച്ചില്ലേ. ഒരു ചിത്രത്തിൽ കാണുന്ന അനിമൽസും അവരുടെ നെയിമും തമ്മിൽ എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കൂ ഒന്നാമത്തെ നമ്മൾ ഈ ചിത്രങ്ങൾ നോക്കൂ ഏതൊക്കെയാ നിങ്ങൾക്ക് ചിത്രം നോക്കി പറയാൻ പറ്റുന്നില്ലേ. ഇത് എന്താ സംഭവം ആദ്യത്തെ ഫിഷ്. അടുത്തെന്താ ഫ്രോഗ് റാബിറ്റ് മങ്കി ലയൺ
elephant. ഇനി അതിന്റെ സ്പെല്ലിംഗ് നോക്കുക എന്നിട്ട് മാച്ച് ചെയ്യുക. ഇവിടെ നോക്കൂ ഫസ്റ്റ് വേർഡ് എന്താണ് LION എന്താണ് lion. അടുത്തത് monkey. monkeyയുടെ സ്പെല്ലിംഗ് എന്താ MONKEY എന്താണ് monkey. അടുത്തത് fish. fish എന്ന് വെച്ചാൽ എന്താ മീൻ FISH fish. അടുത്തത് elephant എന്താണ് elephant അറിയില്ലേ elephant എന്ന് വെച്ചാൽ എന്താ ആന elephant സ്പെല്ലിംഗ് എന്താ ELEPHANT elephant. അടുത്തത് frog. frog എന്ന് വെച്ചാൽ തവള FROG frog. അടുത്തത് rabbit 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 മുയൽ rabbit. അപ്പൊ അനിമൽസിനെ പഠിച്ചില്ലെങ്കിൽ നമ്മൾ അനിമൽസ് സ്പെല്ലിംഗ് പഠിക്കുക ഇതുപോലെ മാച്ച് ചെയ്യുക. ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ 2 ചാപ്റ്റർ 1 യൂണിറ്റ് 2 ചാപ്റ്റർ 1 ലൈഫ് അറൗണ്ട് അസ്. ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായോ? ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്